നന്ദി പ്രിയ രമേശ് സർ. ഇനി നമ്മൾ നൽകിയ അബൂ ഹസൻ സ്മാരക അവാർഡ് ഏറ്റുവാങ്ങിയ പ്രിയങ്കരനായ BSSന്റെ ദേശീയ ചെയർമാൻ ശ്രീ PS ബാലചന്ദ്രൻ. ആൾക്കാരെ സീറ്റിൽ വന്നിരിക്കാൻ മൊത്തം അവിടെ ഇങ്ങനെ ആ സീറ്റോടെ ഏറെ സന്തോഷത്തോടുകൂടിയാണ് നാമെല്ലാവരും ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇവിടെ വെച്ച് ഈ നാട്ടുകാർ സ്നേഹത്തോടെ അബുക്ക എന്ന് വിളിക്കുന്ന അബൂ ഹസന്റെ പേരിലുള്ള പുരസ്കാരമാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. 1986 വിവാഹം കഴിയുമ്പോൾ പെൺവീട്ടുകാർ മറുവീടിനായി ചെറുക്കൻ്റെ വീട്ടിലെത്തുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ഞാൻ വെഞ്ഞാറമൂടിൽ നിന്ന് കല്യാണം കഴിക്കുമ്പോൾ ഇവിടെ നിന്നും എൻ്റെ ഭാര്യയുടെ ബന്ധുക്കൾ മുതിർമലയിലെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒപ്പം ശ്രീ അബൂ ഹസൻ ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യ എല്ലാവരെയും പരിചയപ്പെടുത്തിയപ്പോൾ അബൂ ഹസനെയും പരിചയപ്പെടുത്തിയത് അബു എന്നാ വിളിക്കുന്നത് എൻ്റെ മാമനാണ്. അദ്ദേഹം ആ നിലയിലുള്ള ബന്ധം തന്നെയാണ് എന്നോടും പിൽക്കാലത്ത് പുലർത്തിയുള്ളത്. വ്യക്തിപരമായി ഏറെ സ്നേഹമുള്ള ഒരു പൊതുപ്രവർത്തകനായിരുന്നു ശ്രീ അബൂ ഹസൻ. സൂക്ഷ്മതലത്തിൽ ഇടപെട്ടുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തുവാൻ ആഗ്രഹിച്ച ഒരാളാണ് അദ്ദേഹം. കാറിൻ്റെ അടുത്തുണ്ടോ? എൻ്റെ കാർ കൂടി ഒന്ന് ചെക്ക് ചെയ്തേരെ. ഈ പ്രൊഫഷണൽ നാടക ഉത്സവം സംഘടിപ്പിക്കുവാൻ നേതൃത്വം കൊടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ആളാണ് ശ്രീ അബൂ ഹസൻ. ലോക്കാണ് ബാക്ക് സൈഡ് ഡിക്കി ലോക്കല്ലേ? ഡിക്കി ലോക്കല്ലേ? സ്ഥായിയായി പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനമായി മാറുമെന്ന് അദ്ദേഹം തീവ്രമായി മോഹിച്ചിരുന്നു. ആ വിഷയം പല അവസരങ്ങളിൽ അദ്ദേഹം നമ്മോട് സംസാരിക്കേണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് നമുക്ക് പൂണിക്കേണ്ടത്. ഇവിടെ ശ്രീ ശശി സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചു, നമുക്കിവിടെ സ്വന്തമായി ഉണ്ടാകേണ്ടുന്ന ഒരു ഓഡിറ്റോറിയവും ഇത്രയധികം സാംസ്കാരിക പ്രവർത്തകർ തലസ്ഥാനയിൽ മാത്രമല്ല സംസ്ഥാനത്ത് ഒരു സാംസ്കാരിക തലസ്ഥാനം പോലെ അറിയപ്പെടുന്ന വെഞ്ഞാറമൂടിൽ ഒരു സാംസ്കാരിക കേന്ദ്രത്തിന് അനിവാര്യതയാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. ശ്രീ അബൂ ഹസൻ തീവ്രമായി മോഹിച്ച ഒരു വിഷയമാണ്. ആ വിഷയം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഈ നാട്ടിലെ പൊതുപ്രവർത്തകരുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ദൗത്യമായി മാറേണ്ടത് എന്ന് മാത്രം അഭിപ്രായപ്പെട്ടുകൊണ്ട് എനിക്കിവിടെ നൽകിയ ഈ വലിയ ഉപഹാരത്തിന് ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ആളായിരുന്നു ശ്രീ അബൂ ഹസൻ. ആ അബൂ ഹസന്റെ പേരിലുള്ള ഉപഹാരം എനിക്ക് നൽകിയതിലുള്ള സന്തോഷം ഏറെ സ്നേഹത്തോടെ പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.